പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്കൊപ്പം ശക്തമായി വീശിയടിക്കുന്ന കാറ്റ് മൂലം ധാരാളം നാശനഷ്ടമാണ് ഉണ്ടാകുന്നത്. വലിയ നാശനഷ്ടമാണ്. അതിൽ പ്രധാനമായി KCBക്കാണ് വലിയ നഷ്ടം സംഭവിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. KCBയുടെ വൈദ്യുതി പോസ്റ്റുകൾ പലതും ഒടിഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ്. മരം വീണാണ് ഒടിയുന്നത്. അങ്ങനെ ഒടിഞ്ഞു വീഴുന്നു. അത് KCB എക്കാലവും നമ്മൾ പലപ്പോഴും അത് പറയാറുള്ള കാര്യം തന്നെയാണ്. അതിൽ നടത്തുന്നൊരു ഇടപെടലുണ്ട്. KCB ജീവനക്കാർ ഈ കനത്ത മഴയത്തും കൃത്യമായി അവർ ഇതിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന ഇടപെടൽ. അതായത് പല ആളുകളും പലപ്പോഴും KCB ഓഫീസിൽ വിളിച്ച് കറണ്ട് പോയില്ലോ മഴയത്തൊക്കെ ചില ആളുകളെങ്കിലും, എല്ലാവരുമല്ല, ചില ആളുകളെങ്കിലും അവരോട് ശോഭിക്കാറുണ്ട്. പക്ഷേ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ വൈദ്യുതി പോസ്റ്റുകൾ ഒടിയുന്നത് അവരുടെ കുറ്റമല്ല. ഈ കാറ്റത്ത് ഒടിയുന്ന പോസ്റ്റ് മരം വീണ് ഒടിയുന്നതാണ്. ആ ഘട്ടത്തിലും KCB പ്രവർത്തകർ ഇപ്പോൾ മഴയെ വകവെക്കാതെ അവർ എടുക്കുന്ന ആ ജോലി, ആ പോസ്റ്റുകൾ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള അവർ നടത്തുന്ന ശ്രമമാണ്, അധ്വാനമാണ്. ഇപ്പോൾ KCB ഉദ്യോഗസ്ഥരോട് നമ്മൾ ചേരുകയാണ്. സാറേ, ഈ വലിയ നഷ്ടമാണ് ഈ കനത്ത മഴയിൽ അല്ലെങ്കിൽ കാറ്റിൽ സംഭവിക്കുന്നത് KCB സംബന്ധിച്ചോളം. ഇന്നലെ ഉച്ചയ്ക്കുണ്ടായ കാറ്റിൽ നമ്മുടെ കോന്നി സെക്ഷൻ പരിധി തന്നെ നിരവധി സ്ഥലങ്ങളിൽ 11 kVയും 11 kV ഉൾപ്പെടെ പല പോസ്റ്റുകളും ഒടിഞ്ഞിട്ടുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും കമ്പി പൊട്ടലും ഒത്തിരിയധികം കൺസ്യൂമർക്ക് കറണ്ടില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പം ഇന്നലെ കാറ്റടിച്ച് ഈ പോസ്റ്റൊക്കെ ഒടിഞ്ഞ സമയം മുതൽ തന്നെ KCBയിലെ എല്ലാ ജീവനക്കാരും, ഉൾപ്പെടെയുള്ള എല്ലാ ജീവനക്കാരും ഫീൽഡിലാണ് ഉള്ളത്. എല്ലാവരും സപ്ലൈ പുനഃസ്ഥാപിക്കുന്നതിനും അപകടം ഒഴിവാക്കുന്നതിനും ഒക്കെ മുൻഗണന കൊടുക്കുന്നുണ്ട്. എല്ലാ ജീവനക്കാരും നന്നായിട്ട് ഈ മഴയൊന്നും നോക്കാണ്ട് തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ റെസ്റ്റ് ഇല്ലാണ്ട് ജോലി എടുക്കുകയാണ്. ആദ്യം നമ്മൾ നോക്കുന്ന സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന ഉറപ്പാക്കുകയാണ്. അതാണ് ആദ്യം ഫസ്റ്റ് ചെയ്യുന്നത് പിന്നെ അപകടം ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം കമ്പി പൊട്ടിയിട്ടുണ്ട്, പോസ്റ്റ് എരിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ട്രാൻസ്ഫോമറിൻ്റെ ഫീസ് വരിക, അല്ലെങ്കിൽ 11 kV ലൈൻ ഓഫ് ചെയ്യുക. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ലൈൻ ഓഫ് ചെയ്യുകയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതിനുശേഷമായിരിക്കും സപ്ലൈ റീസ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുന്നത്. എന്തായാലും മഴ പൂർണ്ണമായി മാറാൻ കാത്തു നിൽക്കുകയല്ല, വളരെ പെട്ടെന്ന് തന്നെ ഫീൽഡിൽ വന്ന് നിങ്ങൾ ചെയ്യുകയാണ് അല്ലേ? എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് സപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത ആൾക്കാർ ചേരുന്നുണ്ടല്ലേ? പറഞ്ഞോളൂ. രാത്രി തൊട്ട് ഇവിടെ നിൽക്കുക അവർ. ഇന്നലെ പകലൊരു 3:30 ആയപ്പോഴാണ് ഈ സംഭവം നടന്നത്. അന്നേരം തൊട്ട് അവരിവിടെ എല്ലാ കാര്യത്തിനും മുന്നിൽ നിന്ന് ഈ മരം എല്ലാം മുറിച്ച് മാറ്റാനും എല്ലാത്തിനും ഉണ്ടായിരുന്നു. നമ്മളിൽ പോലെ ചില ആളുകൾ എങ്കിലും ഇവരെ വിമർശിക്കുന്നുണ്ട്, കറണ്ട് വന്നില്ല. പക്ഷേ സ്വാഭാവികമാണല്ലോ, അവർക്ക് ബലമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഇവരുടെ അവസ്ഥ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നമ്മൾ നേരിൽ കാണുന്നതല്ലേ ഇവരുടെ. നമ്മൾ ഈ നേരിൽ കാണുകയാണ് KCBയുടെ ഈ അധ്വാനം. ഈ പോസ്റ്റൊക്കെ ഇനി എത്ര കഷ്ടപ്പെട്ടും ഹ്യൂമൻ പവർ തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. മെഷീനറികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ കഷ്ടപ്പാട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു ചിഹ്നം KCB എന്നുള്ള ബോർഡ് വെച്ചുകൊണ്ട് ഇവർ നിൽക്കുന്നത് നമുക്ക് വേണ്ടി അധ്വാനിക്കുകയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ വലിയ അധ്വാനമാണ് ഇവർ നടത്തുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജി T. ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.